ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അതുപോലെ ചോറിൻ്റെ ഒപ്പം ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സവാള നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ എടുത്തു വെച്ചിരുന്ന സവാളയിൽ നിന്നും കുറച്ച് നമുക്കിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഈ സവാള ഞാൻ 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഈ ഒരു ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സവാള വറുത്ത് ചേർക്കുന്നതാണ്. നമ്മൾ സാധാരണ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ ആദ്യം സവാള വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സവാള മുഴുവൻ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വറുത്ത് വെച്ചിരുന്ന സവാള ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അടുത്തതായിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. സവാള വറുത്തെടുത്ത ആ എണ്ണയാണ് ഞാൻ ചേർത്തത്. ഇനി നമുക്ക് വറുത്തെടുത്ത് വെച്ചിരുന്ന സവാള മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ആ വറുത്തെടുത്ത സവാളയും തക്കാളിയും മസാലയും എല്ലാം നല്ലതുപോലെ ഇപ്പോൾ ചിക്കനിൽ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 30 മിനിറ്റ് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ സവാള വറുത്തെടുത്തതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇപ്പോൾ ചേർക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. ആ സവാള ഒന്ന് വറുത്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു കടായിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ചേർത്ത ശേഷം ഒരു 4-5 മിനിറ്റ് ഇതുപോലെ തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണിത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിത് തുറന്നിട്ടുണ്ട്. ചിക്കൻ ഒരല്പം കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഒന്ന് ഒരല്പസമയത്തേക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തയ്യാറാക്കിയെടുക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഇത് വീണ്ടും തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട. ഈ കാണുന്ന ഈ ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരല്പസമയത്തേക്ക് നമുക്ക് തുറന്ന് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചാനലിൽ ചിക്കൻ റെസിപ്പീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്